എറണാകുളം റിനൈ മെഡിസിറ്റിയിലെ ഇന്റർവെൻഷണൽ കാർഡിയോളജി വിഭാഗം തലവൻ ഡോക്ടർ വിനോദ് തോമസ്. മറ്റൊരു പ്രധാനപ്പെട്ട അസുഖം എന്ന് പറയുന്നത് കൊളസ്ട്രോൾ ആണ്. കൊളസ്ട്രോൾ ഉള്ളവർ പലപ്പോഴും എക്സസൈസ് ഒന്നും ചെയ്യാറില്ല. എന്ന് വെച്ചാൽ അവർക്ക് ഹൈപ്പർ ടെൻഷൻ ഇല്ല, ഡയബറ്റീസ് ഇല്ല, ഒബേസിറ്റി ഇല്ല. അപ്പോൾ ഇതിന്റെ ഒരു പ്രാധാന്യം പലർക്കും അറിയില്ല, കൊണ്ടെന്ന് പലർക്കും അറിയില്ല. അതുകൂടാതെ നല്ല കൊളസ്ട്രോളായ HDL കൂട്ടാനും എക്സസൈസ് നല്ലതാണെന്ന് അറിയാം. അപ്പോൾ എങ്ങനെയുള്ള എക്സസൈസ് ആണ് അവർക്ക് ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്നത്? അവർക്ക് നമ്മൾ ഈ സെയിം എക്സസൈസ് തന്നെയാണ്. ഏറ്റവും ബെസ്റ്റ് വുഡ് ബി നമ്മുടെ എറോബിക് എക്സസൈസ്. അത് വെറൈറ്റി പേഷ്യന്റിന് താല്പര്യമുള്ള, നമ്മൾ ഫോഴ്സ് ചെയ്ത് വാക്കിംഗ് തന്നെ ചെയ്യണമെന്നില്ല, ഓരോരുത്തർ താല്പര്യം. ഒൺലി തിങ് നമ്മൾ പറയുന്നത് സ്റ്റാർട്ട് സ്ലോലി എന്നിട്ട് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യും. രണ്ടാമത്തെ സ്ട്രെങ്തനിങ് എക്സസൈസസ് 2 to 3 times a week ആൻഡ് ഇതിൻ്റെ കൂടെ ഫ്ലെക്സിബിലിറ്റി എക്സസൈസ്. ഇതിനകത്ത് ഒരു കാര്യയുടെ പേഷ്യൻസ് എല്ലാവരും മനസ്സിലാക്കുന്നു പറഞ്ഞാൽ ഡോക്ടർ ഗിരീഷ് വെരി കറക്റ്റായിട്ട് പറഞ്ഞ പോലെ ട്രൈഗ്ലിസറൈഡ് ലെവൽ കുറയ്ക്കും, ഏറ്റവും ചെയ്ത LDL ലെവൽ കുറയ്ക്കും, HDL ലെവൽ കൂട്ടുകയും ചെയ്യും. ഇനി ഒത്തിരി പേർക്ക് ഒരു അവർക്ക് എന്താ പറ്റുന്ന പറഞ്ഞാൽ അവർ എക്സസൈസ് ചെയ്യുന്ന വെയിറ്റ് കുറയാത്തപ്പം അവർ വിചാരിക്കും ഇതിന്റെ എഫക്റ്റ് വരത്തില്ല. അതൊരു പ്രൂവൺ തിങ് ആണ്. നത്തിങ് ടു വറി. വെയിറ്റ് കുറഞ്ഞില്ലെങ്കിലും കണ്ടിന്യൂ എക്സസൈസ്, ബിക്കോസ് വിത്തൗട്ട് വെയിറ്റ് റിഡക്ഷൻ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കും. മൂന്നാമത്തെ കാര്യം, ഇതാരും ശ്രദ്ധിക്കാതെ എല്ലാ പേഷ്യൻസിനും അറിയാം, അവരെപ്പോഴും അവർ നോക്കുന്നത് ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുന്നു, ഈ അളവുകൾ നോക്കുന്നു. ഇതിനകത്ത് കാണാത്തൊരു കാര്യമുണ്ട്, അതാണ് ഈ കെമിക്കൽ കമ്പോസിഷൻ. നമ്മൾ ഈ ചെക്ക് ചെയ്യുന്ന ജസ്റ്റ് ക്വാണ്ടിറ്റി ഓഫ് ദി കൊളസ്ട്രോൾ മാത്രമാണ്. നമ്മൾ ഇതിന്റെ ഈ കോമ്പോസിഷൻ അല്ലെങ്കിൽ ക്വാളിറ്റി നോക്കുന്നില്ല. ഈ LDL കൊളസ്ട്രോൾ അളവ് കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്ന് മാത്രമല്ല, ഇതിന്റെ ഈ ഡെൻസിറ്റി ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഈ LDL കൊളസ്ട്രോൾ സ്മോൾ ഡെൻസ് LDL ആണെങ്കിൽ മോർ ഡേഞ്ചറസ് ഫോർ ഈ രക്തസഞ്ചാരം തടയും. നമ്മൾ ഈ കൊളസ്ട്രോൾ ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രക്തസഞ്ചാരം, മെയിൻ ആർട്ടറീസ് ലൈക്ക് സ്ട്രോക്ക്, ബ്രെയിനിലേക്ക് പോകുന്ന ഇത്, അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് പോകുന്ന ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു, കാലിലേക്ക് പോകുന്ന രക്തസഞ്ചാരം, അങ്ങനെ വരുന്ന പെരിഫറൽ വാസ്കുലർ ഡിസീസ്, ഇതിനെല്ലാം ഈ ഡെൻസ് കൊളസ്ട്രോൾ, ഈ സ്മോൾ ഡെൻസ് കൊളസ്ട്രോൾ ബിക്കംസ് ലാർജർ. അങ്ങനെ വരുന്നതാണ് അതിന് ഭയങ്കര എഫക്റ്റ് ഉണ്ട്. അനദർ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് മെനി പേഷ്യൻസ് മനസ്സിലാക്കാത്ത, ഈ കൊളസ്ട്രോളിന് വേണ്ടിയാണ് നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്നത്. ഈ കൊളസ്ട്രോൾ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന രക്തസഞ്ചാരം തടസ്സമുണ്ടാകും. ഈ എക്സസൈസ് ചെയ്യുന്നോടെ ഈ രക്തസഞ്ചാരത്തിൽ ത്രോംബസ് ഫോർമേഷൻ കുറയുന്നു. ജസ്റ്റ് നമ്മൾ കൊളസ്ട്രോളിന് വേണ്ടി ആണെങ്കിലും എക്സസൈസ് പ്രകാരം തന്നെ ത്രോംബസ് ഫോർമേഷൻ, ഈ രക്തസഞ്ചാരത്തിന്റെ എൻഡോത്തീരിയൽ ഫംഗ്ഷനിങ് ബെറ്റർ ആവുന്നു. അന്നേരം അവിടെ ത്രോംബസ് ഫോർമേഷൻ ഉണ്ടാവാതിരിക്കാൻ സഹായിക്കുന്നു. പ്ലേറ്ററ്റ് അഗ്രിഗേഷൻ അവോയ്ഡ് ചെയ്യുന്നു. അങ്ങനെ വരുന്നോടെ എക്സസൈസ് കൊണ്ട് നമ്മളിപ്പോൾ എല്ലാവരും നോക്കുന്ന ആ കൊളസ്ട്രോൾ ലെവൽ മാത്രമാണ്, ബട്ട് മൾട്ടിപ്പിൾ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അസുഖമാണ് ഒബേസിറ്റി. തടി കൂടുന്ന കണ്ടീഷനിൽ എന്തെല്ലാം എക്സസൈസുകളാണ് ഒരു സാധാരണക്കാരൻ ചെയ്യേണ്ടത്? ഒബീസിറ്റി ഉള്ളവർക്ക് നമ്മൾ ഈ സെയിം എക്സസൈസ് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ എറോബിക്സ് പ്ലസ് നമ്മുടെ വെയിറ്റ് ലിഫ്റ്റിംഗ് പ്ലസ് ഡയറ്റ് കൺട്രോൾ ആണ് ശരിക്കുള്ള എഫക്റ്റ് കിട്ടുന്നത്. ഇത് മൂന്നൂടെ ചെയ്ത് കഴിഞ്ഞാൽ റിയലി ബെനിഫിഷ്യൽ എഫക്റ്റ് ആയിരിക്കും. പക്ഷെ അവിടെ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാവർക്കും അഡ്വൈസ് ചെയ്യുന്നത് 30 minutes per day. ഒബീസിറ്റി ഉള്ളവർക്ക് എന്ന് പറഞ്ഞാൽ വെയിറ്റ് കൂടുതലുള്ളവർക്ക് വെയിറ്റ് കുറയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 60 minutes per day ചെയ്യണം. അവർ സാധാരണ ഒരാൾ 30 മിനിറ്റ് ആണെങ്കിൽ തടി കൂടുതലുള്ള ഒരാൾ 60 മിനിറ്റെങ്കിലും ചെയ്യണം. ആൻഡ് ഈ എക്സസൈസിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒത്തിരി പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുന്നതാണ് പറയും അവർ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് ഡയറ്റ് എത്ര കൺട്രോൾ ചെയ്തിട്ടും വെയിറ്റ് കുറയുന്നില്ല. ഈ എക്സസൈസോട് ആഡ് ചെയ്യുന്നതോടെ ഡെഫിനറ്റ്ലി ഈ വെയിറ്റ് കുറയാൻ സഹായിക്കും. രണ്ടാമത്തെ കാര്യം, പേഷ്യൻസിനുള്ള ഒരു ബുദ്ധിമുട്ട്, ഒത്തിരി പേർക്ക് ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട്, അവരെങ്ങനെയും പാടുവിട്ട് വെയിറ്റ് കുറയ്ക്കും. അത് കഴിഞ്ഞാൽ തിരിച്ചെളുപ്പം റീഗെയിൻ ചെയ്യും. ഈ റീഗെയിൻ ചെയ്യാതിരിക്കാനും ഡയറ്റ് മാത്രമല്ല എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കായിരിക്കും അത് റീഗെയിൻ ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇപ്പം നടത്തത്തെക്കാട്ടും കുറച്ചുകൂടി എളുപ്പം നീന്തലായിരിക്കും എനിക്ക് തോന്നുന്നു. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ഫെസിലിറ്റി ഇല്ല. അപ്പം നീന്തലിനുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് നടത്തത്തെ അപേക്ഷിച്ച്? ഈ ഒബീസിറ്റി ഉള്ളവരെന്ന് പറയുന്നത് അവരുടെ അത്രയും വെയിറ്റ് അവരുടെ ബോഡിക്ക് താങ്ങാനേക്കായിട്ട് കൂടുതൽ വെയിറ്റ് ആണ്. അതിന് അത്രയും വെയിറ്റ് വരുന്നതാണ് വെയർ ആൻഡ് ടയർ ഓഫ് ദ ജോയിന്റ്സ് ഇച്ചിരി കൂടുതലാണ്. അവരെ രണ്ടാമത്തെ കാര്യം, സ്വിമ്മിങ് ചെയ്യുന്ന ഫെസിലിറ്റി ഉള്ളവർക്കാണെങ്കിൽ സ്വിമ്മിങ് ചെയ്യുന്നതിന് ഓൾമോസ്റ്റ് എവറി പാർട്ട് ഓഫ് ദ ബോഡി ഈസ് ഇൻവോൾവ്. നമ്മൾ അപ്പർ ലിംസ്, ലോവർ ലിംസ്, ട്രങ്ക് മസിൽസ്, കോർ മസിൽസ്, ഇതെല്ലാം ആർ ഇൻവോൾവ്. ജസ്റ്റ് ഒരു എറോബിക് എക്സസൈസ് ആണെങ്കിലും ഇറ്റ് ഈസ് ഒരു ഹോൾ ബോഡി എക്സസൈസ് ആവുന്നു. രണ്ടാമത്തെ കാര്യം, ഈ വാട്ടറിൽ നമ്മൾ എന്ത് എക്സസൈസ് ചെയ്യുന്നോണേ ജോയിന്റ് ഡാമേജ് ഉള്ളവർക്കും ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ജോയിന്റ് ഡാമേജ് വരാതിരിക്കാൻ അത് സഹായിക്കും. ഇപ്പോൾ ഡോക്ടർ നോക്കുകയാണ്, ഒബേസിറ്റി ഉള്ള പല ആൾക്കാർക്കും മുട്ടിന് തേയ്മാനവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ മുട്ടിന് സ്ട്രെങ്തൻ കൊടുക്കുന്ന എക്സസൈസ് കൂടെ ഇതിന്റെ കൂടെ ചെയ്താൽ കുറച്ചുകൂടെ ഫലവത്തായിരിക്കില്ലേ? ഡെഫിനറ്റ്ലി. അപ്പോൾ എന്തെല്ലാം എക്സസൈസ് ആണ് സാധാരണ നമ്മൾ അഡ്വൈസ് ചെയ്തത്? ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അഡ്വൈസോട് കൂടിയാണെങ്കിൽ എന്തെല്ലാം സാധാരണ ചെയ്യുന്നത് എന്തൊക്കെയാണ്? നമ്മൾ സാധാരണ പറയുന്ന പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാർട്ട് വിത്ത് സിമ്പിൾ എയറോബിക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. അത് വാക്കിംഗ്, ജെന്റൽ വാക്കിംഗ്, അല്ലെങ്കിൽ ഡോക്ടർ ഗിരീഷ് പറഞ്ഞാൽ ഫെസിലിറ്റി ഉള്ളവർക്ക് ക്ലീൻ വാട്ടറും ഫെസിലിറ്റി ഉള്ളവരാണ് ഏറ്റവും ബെസ്റ്റ് സ്വിമ്മിങ്. അത് തന്നെ വിൽ ഹെൽപ്പ് ഫോർ ദി ജോയിന്റ്. പിന്നെ നമ്മൾ ജെന്റൽ വാക്കിംഗ് തന്നെ സപ്പോസ് ടു ഹെൽപ്പ് ദി നീ ജോയിന്റ്സിനെ ഹെൽപ്പ് ചെയ്യും.
പിന്നെ ജോയിൻസിന് ഓൾറെഡി അൺഫോർച്ചുനേറ്റ്ലി ബൈ ദ ടൈം നമ്മുടെ അടുത്ത് എത്തുന്നതിന് ഓൾറെഡി ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്തോട്ടാണ് വിടുന്നത്. അവരന്നേരം അതിന്റെ നീ സ്റ്റെബിലിറ്റിയും നീന്റെ ചുറ്റുമുള്ള മസിൽസും പിന്നെ മെനി ടൈംസ് പേഷ്യൻസിന് എന്താ പറയുക ഒരു കോൺഫിഡൻസ് പോയി ആ നീയുടെ ആ സ്ട്രെങ്ത് പറഞ്ഞപ്പോൾ അന്നേരം ഈ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ഹെൽപ്പോടെ എടുക്കുന്നതാണ് അവരുടെ ആ കോൺഫിഡൻസ് റീഗെയിൻ ചെയ്ത് ദേ ക്യാൻ ഗെറ്റ് ബാക്ക് ടു നോർമൽ ആയി.